Good afternoon. Today we are going to discuss about SAPTA, which is a part of the SARC. So during the sixth SARC summit, which was held in Colombo in 1991, there was the introduction of an idea of a new agreement or arrangement that was known as SAPTA. So that was mainly, this idea was mooted in the sixth SARC conference, which was held at Colombo in 1991. So that agreement came to be known as SAPTA, or SARC Preferential Trading Arrangement. So the full form is SARC Preferential Trading Arrangement. So such an agreement was mooted or was formulated in the Colombo summit in 1991, and that was known as SAPTA, or SARC Preferential Trading Arrangement. So as a result of the agreement reached, all the foreign ministers signed the agreement on 2nd April 1993. So on 2nd April 1993, all the foreign ministers of SARC countries signed this agreement, and that was signed in the 7th SARC summit in Dhaka. The 7th SARC summit was held at Dhaka, and as a result of the agreement between among the countries, the agreement was signed on 2nd April 1993, and later it became effective from 7th December 1995. So SAPTA became effective or came into operation from 7th December 1995. Let us discuss about the objectives of SAPTA. What are the objectives of SAPTA? So the first important objective of SAPTA is overall reciprocity and mutuality of advantages. Overall reciprocity and mutuality of advantages. Overall reciprocity means mutual interdependence and mutuality of advantages. പരസ്പരം സഹകരിക്കുക, മാത്രമല്ല പരസ്പരം ആശ്രയിക്കുക, മാത്രമല്ല പരസ്പരം അഡ്വാൻറ്റേജസ് ഷെയർ ചെയ്യുക, പരസ്പരം തമ്മിലുള്ള നേട്ടങ്ങൾ ഷെയർ ചെയ്യുക, മാത്രമല്ല പരസ്പരം ആശ്രയിക്കുക, ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓവറോൾ റെസിപ്രോസിറ്റി ആൻഡ് മ്യൂച്വാലിറ്റി ഓഫ് അഡ്വാൻറ്റേജസ്. Second is step-by-step negotiations and extension of preferential trade arrangements in stages. ഘട്ടം ഘട്ടമായി പുതിയ നെഗോഷിയേഷൻസ്, പുതിയ സമവായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു സമവായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, മാത്രമല്ല പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെൻറ്റ് ഘട്ടം ഘട്ടമായി രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രിഫറൻഷ്യൽ ട്രേഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ സെക്കൻഡ് ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നെഗോഷിയേഷൻസ്, എന്താണ്, ഘട്ടം ഘട്ടമായി സമവായങ്ങളിലേക്ക് എത്തിച്ചേരുക, ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെൻറ്റ് സ്റ്റേജസ്, പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെൻറ്റ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. തേർഡ് ഈസ് ഇൻക്ലൂഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്, സെമി പ്രോസസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും ട്രേഡിൽ എന്താണ്, പ്രിഫറൻഷ്യൽ ട്രേഡിൽ അല്ലെങ്കിൽ ട്രേഡിൽ എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സ് ഉൾപ്പെടുത്തുക, പ്രത്യേകിച്ചും സെമി പ്രോസസ്ഡ് ആയിട്ടുള്ളതും പ്രോസസ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് തേർഡ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇൻക്ലൂഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്, semi-processed and processed. Inclusion of all types of products which are semi-processed and products. That is the third important objective of SAPTA. And the fourth one is special and favorable treatment to less developed countries or least developed countries. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഓവറോൾ റെസിപ്രോസിറ്റി ആൻഡ് മ്യൂച്വാലിറ്റി ഓഫ് അഡ്വാൻറ്റേജസ്, പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുക, പരസ്പരം അഡ്വാൻറ്റേജസ് ഷെയർ ചെയ്യുക എന്നുള്ളതും, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നെഗോഷിയേഷൻസ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെൻറ്റ് ഇൻ സ്റ്റേജസ്. എന്താണ്, രാഷ്ട്രങ്ങൾ തമ്മിൽ ഘട്ടം ഘട്ടമായി സമവായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെൻറ്റ് ഘട്ടം ഘട്ടമായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇൻക്ലൂഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്, സെമി പ്രോസസ്ഡ് ആൻഡ് പ്രോസസ്ഡ്.
എന്താണ് എല്ലാ തരത്തിലുള്ള കമോഡിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക, പ്രോസസ്ഡ് ആയിട്ടുള്ളതും സെമി പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ കമോഡിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ സ്പെഷ്യൽ ആൻഡ് ഫേവറബിൾ ട്രീറ്റ്മെൻറ്റ് ടു ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഓർ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കാത്ത രാഷ്ട്രങ്ങൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് നൽകുക. ഇത്രയാണ് പ്രധാനമായിട്ടും ഈ സാപ്തയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ടു ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞതിനകത്ത് എന്തെല്ലാം വരുന്നു എന്ന് നമുക്ക് നോക്കാം. ലിസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് അലവൻസ് ഓഫ് ഫേവറബിൾ പെർസെൻറ്റേജ് പോയിൻറ്റ്സ്. അവർക്ക് അനുകൂലമായ തരത്തിലുള്ള പെർസെൻറ്റേജ് പോയിൻറ്റുകൾ നൽകുക. പെർസെൻറ്റേജ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കറൻസി കൺവേർട്ടിബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് പോയിൻറ്റുകൾ, എക്സ്ചേഞ്ചിനുള്ള ഒരു ശതമാന കണക്കുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അലവൻസ് ഓഫ് ഫേവറബിൾ പെർസെൻറ്റേജ് പോയിൻറ്റ്സ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള പെർസെൻറ്റേജ് പോയിൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഫേവറബിൾ പോളിസി ഫോർ ദ ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് റിലാക്സ്ഡ് റൂൾസ് ഓഫ് ഒറിജിൻ. പിന്നെന്താണ്, പലതരത്തിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുക, റിലാക്സ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ നൽകുക എന്നുള്ളതാണ്. പിന്നെ ഫേവറബിൾ ടേംസ് ഫോർ ടെക്നിക്കൽ അസിസ്റ്റൻസ്. അവർക്ക് ആവശ്യമായ ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടി അനുകൂലമായ ടേംസ് അല്ലെങ്കിൽ അനുകൂലമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡ്യൂട്ടി ഫ്രീ ആക്സസ് ടു കമോഡിറ്റീസ് എന്താണ് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നൽകുക. ഡീപ്പർ ടാരിഫ് പ്രിഫറൻസസ്, കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ടാരിഫ് അല്ലെങ്കിൽ ടാരിഫ് പ്രിഫറൻസ്, ടാരിഫിന്മേലുള്ള ചില മുൻഗണനകൾ നൽകുക. റിമൂവൽ ഓഫ് നോൺ ടാരിഫ് ആൻഡ് പാരാടാരിഫ് ബാരിയേഴ്സ്. നോൺ ടാരിഫ് ബാരിയേഴ്സ് ഇല്ലാതാക്കുക. പാരാടാരിഫ് എന്ന് വെച്ചാൽ ടാരിഫിന് മുകളിൽ ചുമത്തുന്ന മറ്റു തരത്തിലുള്ള ടാരിഫാണ് പാരാടാരിഫ് എന്ന് പറയുന്നത്. അപ്പം ഈ നോൺ ടാരിഫ് ബാരിയേഴ്സും അതുപോലെ പാരാടാരിഫ് ബാരിയേഴ്സൊക്കെ ഉണ്ട്. ആ ബാരിയേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിനുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ അലവൻസ് ഓഫ് ഫേവറബിൾ പെർസെൻറ്റേജ് പോയിൻറ്റ്സ്. എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ, കറൻസി തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ പെർസെൻറ്റേജ് പോയിൻറ്റ് അവർക്ക് അനുകൂലമായ, ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് അനുകൂലമായ പെർസെൻറ്റേജ് പോയിൻറ്റുകൾ നിർണ്ണയിക്കുക. ആപ്ലിക്കേഷൻ ഓഫ് റിലാക്സ്ഡ് റൂൾസ് ഓഫ് ഒറിജിൻ. നിയമങ്ങൾ റിലാക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേവറബിൾ ടേംസ് ഫോർ ടെക്നിക്കൽ അസിസ്റ്റൻസ്. അവർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ വേണ്ടിയിട്ടുള്ള അനുകൂല നടപടികൾ സ്വീകരിക്കുക. ഡ്യൂട്ടി ഫ്രീ ആക്സസ്, ഡ്യൂട്ടി ഇല്ലാതെയുള്ള ഒരു പിന്നെ കമോഡിറ്റീസിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഡീപ്പർ ടാരിഫ് പ്രിഫറൻസസ്, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ടാരിഫ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാ നോൺ ടാരിഫ് പാരാടാരിഫ് ബാരിയേഴ്സ് ഇല്ലാതാക്കുക. ഇത്രയാണ് പ്രധാനമായിട്ടും ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളായിട്ട് പറയുന്നത്. So, when we consider the intra-regional trade of SAARC countries, it is very significant. So, intra-regional trade means trade among the SAARC countries. അപ്പോൾ SAARC കൺട്രീസിൻ്റെ ഇടയിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ സാർക്കിൻ്റെ ഫോർമേഷന് ശേഷം പോലും ഈ ഇൻട്രാ റീജിയണൽ ട്രേഡിൽ, അതായത് സാർക്ക് രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് വല്ലാണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. സോ ദർ ഇസ് നോട്ട് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ട്രേഡ് അമംഗ് ദ സാർക്ക് കൺട്രീസ് ഈവൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സാർക്ക് ഫോം ചെയ്തതിന് ശേഷം പോലും സാർക്ക് കൺട്രീസിനിടയിലുള്ള ഒരു ട്രേഡിൽ യാതൊരുവിധ വർധനവും ഉണ്ടായിട്ടില്ല. സോ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാർക്കിൻ്റെ ഫോർമേഷന് ശേഷം പോലും ദർ വാസ് ആക്ച്വലി സം ഫോൾ ഇൻ ഇൻട്രാ റീജിയണൽ ട്രേഡ്. അപ്പോൾ ഈ സാർക്ക് കൺട്രീസിനിടയിലുള്ള ഇൻട്രാ റീജിയണൽ ട്രേഡ് എന്ന് പറയുന്നത് അതുപോലും സാർക്കിൻ്റെ ഫോർമേഷന് ശേഷം ആക്ച്വലി ദർ ഇസ് എ ഫോൾ. ഇറ്റ് ഹാസ് നോട്ട് ഇൻക്രീസ്ഡ് ഈവൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സാർക്ക് ഫോം ചെയ്തിട്ട് പോലും ഇതിൻ്റെ ആ ഒരു ഇൻട്രാ റീജിയണൽ ട്രേഡ് സാർക്ക് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ട്രേഡ് വർദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓരോ സാർക്ക് കൺട്രീസിൽ ഓരോ രാജ്യങ്ങളുടെയും ഇൻഡിവിജ്വൽ ഷെയറിലും ദർ ഇസ് വെരി ഡിഫറൻസ്. ദർ ഇസ് ദ ഷെയർ ഓഫ് ഇൻഡിവിജ്വൽ കൺട്രീസ് വിതിൻ ദ റീജിയൻ ഓൾസോ ഡിഫർ. അപ്പോൾ ഈ റീജിയനകത്തുള്ള സാർക്ക് റീജിയനകത്തുള്ള ഓരോ രാജ്യങ്ങളുടെ ഷെയറിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1994 കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഇമ്പോർട്ട്സിൽ വെറും 0.5% മാത്രമാണ് സാർക്ക് കൺട്രീസിൽ നിന്നുള്ളത്. അതേസമയം നേപ്പാളിൻ്റെ 18.3% ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ വെറും 0.5%
സാർക്ക് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. നേപ്പാൾ 18.3% അന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇൻട്രാ റീജിയണൽ ട്രേഡിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ വളരെ കുറഞ്ഞ ഒരു ട്രേഡാണ് സാർക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്നത്. പിന്നെ ചില രാഷ്ട്രങ്ങളിൽ എടുത്തു നോക്കുക, നമുക്ക് ട്രേഡിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സം കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എ സർപ്ലസ് ഇൻ ട്രേഡ് മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ട്രേഡിലൊരു സർപ്ലസ് ഉണ്ട്. പക്ഷേ മറ്റു രാഷ്ട്രങ്ങൾ ദേ ആർ ഫേസിങ് എ ഡെഫിസിറ്റ്. സോ അതർ കൺട്രീസ് ആർ ഫേസിങ് എ ഡെഫിസിറ്റ്. അതർ കൺട്രീസ് ലൈക്ക് നേപ്പാൾ എറ്റ്സെട്ര ആർ ഫേസിങ് എ ഡെഫിസിറ്റ്. ബട്ട് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എ സർപ്ലസ് ഇൻ ട്രേഡ്. മാത്രമല്ല there are tariff barriers as well as non-tariff barriers in trade between the SAARC nations. സോ സാർക്ക് നേഷൻസിൻ്റെ ഇടയിൽ തന്നെ ടാരിഫ് ബാരിയേഴ്സും നോൺ ടാരിഫ് ബാരിയേഴ്സും നിലനിൽക്കുന്നു. വളരെ വലിയ തോതിലുള്ള ടാരിഫ് ബാരിയേഴ്സും നോൺ ടാരിഫ് ബാരിയേഴ്സും നിലനിൽക്കുന്നുണ്ട്. അത് ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഈ എല്ലാ രാജ്യങ്ങളും ഓൾ കൺട്രീസ് ദേ ഹാവ് റെഡ്യൂസ്ഡ് ദ ടാരിഫ് ആസ് വെൽ ആസ് മോഡിഫൈഡ് ദ ടാരിഫ് സ്ട്രക്ചേഴ്സ്. ടാരിഫുകൾ കുറയ്ക്കുകയും അതുപോലെ അവരുടെ ടാരിഫ് സ്ട്രക്ചറൊക്കെ വ്യത്യാസപ്പെടുത്തുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സോ ദീസ് കൺട്രീസ് ആർ റെഡ്യൂസിങ് ദ ടാരിഫ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. പ്രത്യേകിച്ച് ഈ ടാരിഫ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാരിഫ് കുറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ടാരിഫ് കുറച്ച് കഴിയുമ്പോൾ ഇൻട്രാ റീജിയണൽ ട്രേഡ് ഡെവലപ്പ് ചെയ്യും. കാരണം രാജ്യത്ത് ടാരിഫ് കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യും, ഈ കമ്മോഡിറ്റി അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. പക്ഷേ അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഇൻട്രാ റീജിയണൽ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാരിഫ് ബാരിയേഴ്സൊക്കെ കുറച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ എന്നിരുന്നാലും എന്താണ്, ടാരിഫ് ബാരിയേഴ്സ് കുറഞ്ഞാലും ദർ ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. നോൺ ടാരിഫ് ബാരിയേഴ്സ് നിലനിൽക്കുന്നത് ദാറ്റ് ഈസ് എ ഹിൻഡ്രൻസ് ഓർ ഒബ്സ്റ്റക്കിൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് അമംഗ് സാർക്ക് നേഷൻസ്. ഇപ്പോൾ നോൺ ടാരിഫ് ബാരിയേഴ്സ് നിലനിൽക്കുന്നത് ഈ സാർക്ക് നേഷൻസിനുള്ള ട്രേഡിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാഭാവികമായിട്ടും വളരെയധികം മോശം രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ടാരിഫ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ടാരിഫ് സ്ട്രക്ചേഴ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ടാരിഫ് ബാരിയേഴ്സ് കുറച്ചിട്ടുണ്ട്. പക്ഷേ നോൺ ടാരിഫ് ബാരിയേഴ്സ് നിലനിൽക്കുന്നത് ദാറ്റ് ഈസ് എ ഹിൻഡ്രൻസ് ഓർ ഒബ്സ്റ്റക്കിൾ ഇൻ ദ ട്രേഡ് അമംഗ് സാർക്ക് നേഷൻസ്. So that is why SAPTA was mooted by the SAARC summit. അതുകൊണ്ടാണ് സാർക്ക് സമ്മിറ്റ് ഏത് കൊണ്ടുവന്നത്, സാർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് സാപ്ത എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് കൊണ്ടുവന്നത്. സോ സാപ്ത വാസ് എക്സ്പെക്റ്റഡ് ടു ബൂസ്റ്റ് ഇൻട്രാ റീജിയണൽ ട്രേഡ് അല്ലെങ്കിൽ സാർക്ക് കൺട്രീസിനിടയിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ സാപ്ത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് അറേഞ്ച്മെൻറ്റ് കൊണ്ടുവരുന്നത്. So this was mainly aimed at benefiting the SAARC countries because of some reasons. പ്രത്യേകിച്ചും സാർക്ക് കൺട്രീസിനെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ സാപ്ത ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രത്യേകിച്ചും ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ സാപ്ത ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ദിസ് പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെൻറ്റ് will benefit the SAARC countries because of some reasons. ചില കാരണങ്ങൾ കൊണ്ട് ഈ പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെൻറ്റിന് സാർക്ക് രാജ്യങ്ങളെ സഹായിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സാർക്ക് കൺട്രീസിനെ ഈ സാപ്ത കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് നോക്കിയേക്കാം. ഒന്നെന്ന് പറയുന്നത്, the countries can substantially reduce the transport and transmit cost because of geographical continuity among the members. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾ ഈ സാർക്ക് രാജ്യങ്ങളിടയിൽ എല്ലാവരും ഒരേ റീജിയനിൽ വരുന്നതുകൊണ്ട്, അപ്പോൾ ആ ഒരു ജോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി അവർ തുടരുന്നതുകൊണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റും ഒരു ട്രാൻസ്മിറ്റ് കോസ്റ്റും, ഈ കമ്മോഡിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് ഫസ്റ്റ് ബെനിഫിറ്റായിട്ട് പറയുന്നത്. സോ ദ കൺട്രീസ് ക്യാൻ സബ്സ്റ്റാൻഷ്യലി റിഡ്യൂസ് ദ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് കോസ്റ്റും അതുപോലെ കമ്മോഡിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം ഈ രാഷ്ട്രങ്ങളിടയിൽ ഒരു ജോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് വലിയൊരു ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഒരു ഫേവർ ഈ സാപ്തയുടെ ഫോർമേഷൻ കാരണം ഉണ്ടാവും. പിന്നെ the capital goods produced within the region may be more compatible to the factor endowment of member states than those imported from developed countries. അതായത് ഈ സാർക്ക് റീജിയനകത്തുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആ സാർക്കിലെ മെമ്പർ കൺട്രീസിനിടയിലുള്ള റിസോഴ്സ് എൻഡോവ്മെൻറ്റും അല്ലെങ്കിൽ ഫാക്ടർ എൻഡോവ്മെൻറ്റുമായിട്ട്
യോജിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സാർക്ക് കൺട്രി ഒരു ക്യാപിറ്റൽ ഇന്ത്യൻ ഒരു സാർക്ക് കൺട്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം, ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത്, ആ രാജ്യത്തെ ഫാക്ടർ എൻഡോമെൻറ്റ്, അവരുടെ അവൈലബിലിറ്റി, ഏത് ഫാക്ടറാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത് ആ ഫാക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ക്യാപിറ്റൽ ഗുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫാക്ടർ അവൈലബിലിറ്റിക്ക് കൂടുതൽ യോജിച്ച തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ ഗുഡായിരിക്കും ആ പ്രദേശത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഈ ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാക്കിയെടുക്കുന്ന അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിനേക്കാൾ കുറച്ചും കൂടെ എന്താണ് ഒരു മെമ്പർ സ്റ്റേറ്റിൻ്റെ ഫാക്ടർ എൻഡോമെൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാർക്ക് കൺട്രീസ് ഏകദേശം ഒരേ നേച്ചറിലുള്ള കമ്മോഡിറ്റി കൺട്രീസാണ്. കാരണം എല്ലാവരുടെയും റിസോഴ്സസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ റീജിയനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്മോഡിറ്റീസ് ആണെങ്കിൽ, ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ദേ ആർ മോർ കമ്പാറ്റബിൾ വിത്ത് ദ ഫാക്ടർ എൻഡോമെൻറ്റ് ഓഫ് മെമ്പർ സ്റ്റേറ്റ്സ്. അപ്പം ആ റീജിയനകത്തുള്ള ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്മോഡിറ്റി, ക്യാപിറ്റൽ ഗുഡ്, അതിൻ്റെ ആ സാർക്ക് റീജിയനിനകത്തുള്ള മറ്റു പ്രദേശങ്ങളുടെ ഫാക്ടർ എൻഡോമെൻറ്റുമായിട്ട്, അവിടുത്തെ റിസോഴ്സ് എൻഡോമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ റിസോഴ്സ് അവൈലബിലിറ്റിയായിട്ട് കൂടുതൽ യോജിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്യാപിറ്റൽ ഗുഡ്സിനേക്കാൾ കുറച്ചും കൂടെ യോജിച്ച രീതിയിലുള്ള ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത് ഈ സാർക്ക് രാജ്യങ്ങളുടെ ഇടയിലുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കും, ക്യാപിറ്റൽ ഗുഡ്സ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്മോഡിറ്റി കുറച്ചും കൂടെ ശ്രീലങ്കയിലേക്ക് കയറ്റുമതി ചെയ്തു കഴിഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ ഗുഡ് കയറ്റുമതി ചെയ്തു കഴിഞ്ഞാൽ, സ്വാഭാവികമായും ശ്രീലങ്കക്കാർക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അവരുടെ റിസോഴ്സ് എൻഡോമെൻറ്റുമായിട്ട്, അവരുടെ വിഭവങ്ങളുടെ അവൈലബിലിറ്റിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സൗകര്യപൂർവ്വം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്മോഡിറ്റി ആയിരിക്കും. അതേസമയം അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രിയിൽ നിന്ന് ശ്രീലങ്ക ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ റിസോഴ്സ് അവൈലബിലിറ്റി, അവർക്ക് ആ ടെക്നോളജി ചിലപ്പം അവരുടെ നിലവിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തതായിരിക്കും. അങ്ങനെ ഒരു പ്രിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ്, അങ്ങനെയുള്ളൊരു ബെനിഫിറ്റും നമ്മൾ കാണാനായിട്ട് കഴിയുന്നു. പിന്നെ so because of increasing competition among the member states, that will result in technical efficiency in the existing industry as marginal firms might be forced to reduce their cost. വേറെ മെറിറ്റ് എന്ന് പറയുന്നത് സാപ്തയുടെ ഫോർമേഷനോട് കൂടി ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, രാഷ്ട്രങ്ങൾക്കിടയിൽ മെമ്പർ സ്റ്റേറ്റ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം there will be an improvement in technological efficiency in the existing industry. അപ്പോൾ നിലവിലുള്ള വ്യവസായങ്ങളിൽ രാഷ്ട്രങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ടെക്നോളജിക്കൽ എഫിഷ്യൻസി വർദ്ധിക്കും എന്നാണ് വേറൊരു മെറിറ്റ് പറയുന്നത്. അതായത് ഓരോ ഫേംസും അഡീഷണലായിട്ട് പുതിയതായിട്ട് വരുന്ന ഫേംസ് എന്ന് പറഞ്ഞാൽ അവരുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പുതിയതായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഉൽപ്പാദനം നടത്താനായിട്ട് വരുന്ന ഫേംസ് അവരുടെ കോസ്റ്റ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഫലമായി മൊത്തം ഇൻഡസ്ട്രീസിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുകയും അങ്ങനെ ടെക്നോളജിക്കൽ എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് വേറൊരു മെറിറ്റായിട്ട് പറയുന്നത്. പിന്നെ വേറൊരു മെറിറ്റ് എന്ന് പറയുന്നത്, റിസോഴ്സസ് വിൽ ബി റീഅലോക്കേറ്റഡ് ഫ്രം ലെസ് എഫിഷ്യൻറ്റ് ഫേംസ് ആൻഡ് മൊണോപ്പൊളീസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ടാരിഫ് വാൾ വിൽ നോ ലോങ്ങർ ബി ഇൻ എ ഷെൽട്ടേർഡ് പൊസിഷൻ. അതായത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫേംസിൽ നിന്ന് നമുക്ക് ട്രേഡ് ഡൈവേഴ്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് അധികം എഫിഷ്യൻസി ഇല്ലാത്ത ഫേംസിൽ നമുക്ക് റിസോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാം, മോർ എഫിഷ്യൻറ്റ് ഫേംസിലേക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ സാപ്തയുടെ ഫോർമേഷനോട് കൂടി നമുക്ക് മൊണോപ്പൊളീസിനെ, അതായത് ഈ ടാരിഫ് ബാരിയേഴ്സ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന മൊണോപ്പൊളീസ് ഉണ്ടാവും. കാരണം ചില രാജ്യങ്ങൾ അവർക്ക് ടാരിഫ് ഉയർത്തിക്കൊണ്ട് അവർ ഭയങ്കര മൊണോപ്പൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസരം ഇല്ലാതാക്കാം. അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസ് ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് റിസോഴ്സിനെ റീഅലോക്കേറ്റ് ചെയ്യാനും കഴിയും എന്നാണ് വേറൊരു മെറിറ്റായിട്ട് പറയുന്നത്. സോ വി ക്യാൻ റീഅലോക്കേറ്റ് റിസോഴ്സസ് ഫ്രം ലെസ് എഫിഷ്യൻറ്റ് ഫേംസ് ടു മോർ എഫിഷ്യൻറ്റ് ഫേംസ്. മാത്രമല്ല ഈ ടാരിഫ് വാൾ കൊണ്ട് ചില ടാരിഫ് ഉയർത്തിക്കൊണ്ട് ചില രാഷ്ട്രങ്ങളുടെ മൊണോപ്പൊളി ഉണ്ടാക്കിയെടുത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇല്ലാതാക്കാനും മൊണോപ്പൊളി ഇല്ലാതാക്കാനും ചില കമ്മോഡിറ്റീസിൻ്റെ പ്രൊഡക്ഷനിൽ മൊണോപ്പൊളി ഇല്ലാതാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് വേറൊരു മെറിറ്റായിട്ട് പറയുന്നത്. ദെൻ another one merit is the economic ties get stronger and countries become committed to common economic goals. Political problems would gradually recede. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് ടൈസ് സ്ട്രോങ്ങർ ആവും. രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ഭയങ്കര സ്ട്രോങ് ആകുമ്പോഴത്തേക്ക് അവർ ദേ വിൽ
ട്രൈ ടു അച്ചീവ് കോമൺ ഇക്കണോമിക് ഗോൾസ്. അവർ ഒരേ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഫലമായി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലംസൊക്കെ റിസീഡ് ചെയ്യും, ഇല്ലാതാകും. നമ്മൾ പറഞ്ഞു നമ്മുടെ രാഷ്ട്രങ്ങൾ ഈ സാർക്ക് കൺട്രീസിനിടയിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള രാഷ്ട്രങ്ങളുടെ ഇടയിൽ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലേ, ഫ്രോണ്ടിയർ പ്രശ്നങ്ങളുണ്ട്, അതിർത്തി തർക്കങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരേ ഇക്കണോമിക് ഗോൾസിന് വേണ്ടി ഇവർ ഒരേ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊളിറ്റിക്കൽ പ്രോബ്ലംസൊക്കെ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അതാണ് വേറൊരു മെറിറ്റായിട്ട് പറയുന്നത്, ബെനിഫിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഇക്കണോമിക് ഗെയിൻസ് ഗെറ്റിംഗ് significance, there will be a formation of a suitable environment for solving political problems. അപ്പോൾ ഈ ഇക്കണോമിക് ഗെയിൻസ് കൂടുതൽ പ്രാധാന്യം, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതൽ പ്രാധാന്യം കൈവരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് ഇല്ലാതാക്കിയെടുക്കാം എന്നാണ് വേറൊരു മെറിറ്റായിട്ട് പറയുന്നത്. Then regional cooperation may also pave the way for regional banks or corporations which might be influential in promoting regional investment in large projects. അപ്പോൾ ഇങ്ങനെ റീജിയണൽ കോഓപ്പറേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണം ഉണ്ടാകുമ്പോൾ റീജിയണൽ ബാങ്കുകൾ രൂപീകരിക്കപ്പെടും, മാത്രമല്ല കോർപ്പറേഷനുകൾ രൂപീകരിക്കപ്പെടും. അപ്പോൾ അവരെന്ന് പറയുന്നത് റീജിയണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും വലിയ വലിയ പ്രോജക്റ്റുകളിലുള്ള റീജിയണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതും ഒരു മെറിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റായിട്ട് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് റീജിയണൽ കോഓപ്പറേഷൻ വാട്ട് വിൽ ഹാപ്പൻ, റീജിയണൽ ബാങ്ക്സ് വിൽ ബി ഫോംഡ് ആൻഡ് റീജിയണൽ കോർപ്പറേഷൻസ് വിൽ ബി ഫോംഡ് ആൻഡ് ദേ വിൽ പ്രൊമോട്ട് റീജിയണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ റീജിയണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ സാപ്ത ഇതിന് ശേഷം there was an agreement also, there were some steps to convert or to develop SAPTA into SAFTA. So later there was a tendency, or there was a development. That development was to change SAPTA into SAFTA. സാഫ്തയാക്കി മാറ്റുക. സാഫ്ത മീൻസ് സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ. സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ, സാഫ്ത, SAFTA. സാഫ്ത മീൻസ് സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ. So this SAPTA was later, so there was an intention to develop this SAPTA into SAFTA. So in December 1995, the SAARC Council of Ministers met and they reached an agreement to realize the objective of SAFTA by 2000. അപ്പോൾ 2000 കൂടി സാഫ്തയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ ഡിസംബർ 1995 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനകത്ത് അവരങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിച്ചേർന്നു. സാഫ്ത എന്നുള്ളത് ഏതിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ, സാഫ്തയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ, അതായത് സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ സാർക്ക് കൺട്രീസിൻ്റെ ഇൻട്രാ റീജിയണൽ ട്രേഡിൽ വളരെ വളരെ കുറവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ ഷെയർ ഓഫ് സാർക്ക് കൺട്രീസ് ഇൻ വേൾഡ് ട്രേഡ് ഈസ് ഓൾസോ വെരി ലോ. ഇറ്റ് ഈസ് ഓൺലി ലെസ് ദാൻ 1%. 1% താഴെയാണ് ഈ സാർക്ക് കൺട്രീസിലെ വേൾഡ് ട്രേഡിലുള്ള ഒരു ഷെയർ എന്ന് പറയുന്നത്. മാത്രമല്ല ട്രേഡ് അമംഗ് ദംസെൽസ് ഈസ് ഓൾസോ അറൗണ്ട് 3% ഫോറിൻ ട്രേഡ്. അവരുടെ മൊത്തം ഫോറിൻ ട്രേഡിൻ്റെ 3% മാത്രമാണ് ഇവരുടെ ഇടയിലുള്ള ട്രേഡ് എന്ന് പറയുന്നത്. അപ്പം സോ ദീസ് കൺട്രീസ് ഹാവ് ടേക്കൺ സം ലിബറലൈസേഷൻ മെഷേഴ്സ്. ട്രേഡ് ലിബറലൈസേഷന് വേണ്ടി ധാരാളം മെഷേഴ്സ് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ദേ ആർ തറലി ആഡിക്വേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണെന്ന് പറയാൻ കഴിയില്ല. ദേ ആർ ഇനാഡിക്വേറ്റ് because some of the products which were given concessions were not imported by the countries. ഇവർ തമ്മിൽ ട്രേഡിന് വേണ്ടിയുള്ള ചില കമോഡിറ്റീസിന് കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല കമോഡിറ്റീസും ഈ രാജ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നവയല്ല. ഈ പ്രിഫറൻഷ്യൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന വളരെ മൊത്തം ഇൻട്രാ റീജിയണൽ ട്രേഡിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് അവർ പ്രിഫറൻഷ്യൽ ഇമ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ചില കമോഡിറ്റീസിന് പ്രിഫറൻസ് കൊടുക്കുന്നത്, ഇമ്പോർട്ടിന് പ്രിഫറൻസ് കൊടുക്കുന്നത് വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് കമോഡിറ്റീസിന് മാത്രമാണ് ഇൻട്രാ റീജിയണൽ ട്രേഡിൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. അപ്പോൾ ഈ സാപ്തയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ദ അപ്രോച്ച് ഓഫ് സാപ്ത to introduce trade concessions on a product by product is a drag on liberalization. അപ്പോൾ ഈ ഓരോ പ്രോഡക്റ്റ് ലിബറലൈസേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഈ സാപ്തയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോന്നിനും ലിബറലൈസേഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ട്രേഡ് കൺസെഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഒരു ലിബറലൈസേഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കില്ല. കാരണം ഓരോ പ്രോഡക്ട്സിനായിട്ട് നമ്മൾ ട്രേഡ് കൺസെഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ലിബറലൈസേഷനിലേക്ക് എത്തില്ല. അതൊരു ഡ്രാഗാണ്, ലിബറലൈസേഷനിലുള്ള ഒരു വലിവാണ്. അതായത് പെട്ടെന്ന് അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദർ ഈസ് ആൻ ആർഗ്യുമെൻറ്റ് ദാറ്റ് ദർ ഷുഡ് ബി എ ഫോർമേഷൻ ഓഫ് എ കസ്റ്റംസ് യൂണിയൻ, നോട്ട് എ ഫ്രീ ട്രേഡ് ഏരിയ. അപ്പോൾ നമ്മുടെ ഫ്രീ ട്രേഡ് ഏരിയ പോലെ സാർക്ക് പോലുള്ള ഒരു ഫ്രീ ട്രേഡ് ഏരിയ അല്ല ഉണ്ടാവേണ്ടത്, ഒരു കസ്റ്റംസ് യൂണിയനാണ് ഉണ്ടാവുക. കസ്റ്റംസ് യൂണിയൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം എന്തൊക്കെയാണെന്ന്, വിതിൻ ദ റീജിയൻ എന്തൊക്കെയാണുള്ളതെന്നും, ഒരേപോലെയുള്ള നിയമങ്ങളും ഒരേപോലെ ട്രേഡ് ബാരിയേഴ്സൊക്കെ ഇല്ലാതാക്കി അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്യണമെന്നായിരുന്നു ഒരു ആർഗ്യുമെൻ്റ് ഉള്ളത്. അപ്പോൾ ഫ്രീ ട്രേഡ് ഏരിയയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോൺ മെമ്പർ കൺട്രിയിൽ നിന്ന് സുഖമായിട്ട് മെമ്പർ കൺട്രിയിലേക്ക് കമോഡിറ്റീസ് വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്കോ അഗ്രികൾച്ചറിനോ ഒക്കെ ഒരു ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. മിക്കവാറും ചില രാഷ്ട്രങ്ങളുടെ ചില മെമ്പർ കൺട്രീസിൻ്റെ ഇൻഡസ്ട്രീസിനും അഗ്രികൾച്ചറിനും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം മറ്റു രാജ്യങ്ങളിലെ കമോഡിറ്റീസ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരും ഫ്രീ ട്രേഡ് ഏരിയയിൽ എന്ന് പറഞ്ഞാൽ. അതേസമയം കസ്റ്റംസ് യൂണിയനകത്ത് അങ്ങനെയില്ല, മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ട്രേഡ് ഉണ്ടാവുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും മറ്റു കൺട്രീസിലേക്ക് അവരൊരു കോമൺ ടാരിഫ് സ്ട്രക്ചറൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെയോ അഗ്രികൾച്ചറിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരു ഫ്രീ ട്രേഡ് ഏരിയയിൽ നമുക്ക് അങ്ങനെ ഒരു ഡൊമസ്റ്റിക് പ്രൊട്ടക്ഷൻ കിട്ടില്ല. കാരണം നോൺ മെമ്പർ കൺട്രീസിലെ കമോഡിറ്റീസും ഇങ്ങോട്ട് ട്രേഡിനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേൾക്കുക, കേട്ടെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.